Dear students, today we are going to talk about interactive marketing and sponsorship. Two terms, interactive marketing, then sponsorship. The first term is interactive marketing. ആ ഒരു പേരിൽ തന്നെയുണ്ട് ഇൻ്ററാക്റ്റീവ് മാർക്കറ്റിംഗ് എന്താണ്. അതായത് കൺസ്യൂമേഴ്സും മാർക്കറ്ററും തമ്മിൽ ഇൻ്ററാക്റ്റ് ചെയ്തുകൊണ്ട് ദ കൺസ്യൂമർ ക്യാൻ ഇൻ്ററാക്റ്റ് ആൻഡ് ക്യാൻ ഗീവ് ഫീഡ്ബാക്ക് ഓർ റെസ്പോൺസ് ടു ദി കമ്പനിയായിട്ട് ഇൻ്ററാക്റ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ അതിൻ്റെ റെസ്പോൺസ് കമ്പനിക്ക് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു മാർക്കറ്റിങ്ങിനെയാണ് നമ്മൾ ഇൻ്ററാക്റ്റീവ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്കറിയാം ഇൻ്റർനെറ്റൊക്കെ ഹെവി ആയിട്ട് യൂസ് ചെയ്യുന്നൊരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഇൻ്ററാക്റ്റീവ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് വളരെ എന്താ പറയുക, നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇൻ്റർനെറ്റ് അറ്റ് പ്രസൻറ്റ് ഇൻ്റർനെറ്റ് ഈസ് എ യുണീക്ക് പ്രൊമോഷണൽ ടൂൾ അല്ലേ. പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ പ്രോഡക്റ്റുകളൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി കമ്പനികൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒന്നാണ് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഇൻ്ററാക്റ്റീവ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ, ഇൻ്ററാക്റ്റീവ് മാർക്കറ്റിംഗ് റിലൈസ് ഓൺ കസ്റ്റമേഴ്സ് എക്സ്പ്രസിങ് ദെയർ പ്രിഫറൻസ് സോ ദാറ്റ് മാർക്കറ്റേഴ്സ് ക്യാൻ പ്രൊഡ്യൂസ് മോർ റെലവൻറ്റ് മാർക്കറ്റിംഗ് മെസ്സേജസ്. ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ കസ്റ്റമർ എന്താണ് അവരുടെ പ്രിഫറൻസ് എന്ന് എക്സ്പ്രസ് ചെയ്യുന്നു. അവരുടെ ആ ഒരു പ്രിഫറൻസ് വെച്ചുകൊണ്ട് നമ്മുടെ കമ്പനിക്ക് അവരുടെ ആ ഒരു മാർക്കറ്റിംഗ് മെസ്സേജസ് എന്ത് ചെയ്യാൻ സാധിക്കും, പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ഇൻ്ററാക്റ്റീവ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നതും ഏതിൻ്റെ ഒരു ഭാഗമാണ്, ഈ പ്രൊമോഷണൽ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ മിക്സിൻ്റെ ഒരു ഭാഗമാണ്. Today's companies and customers can interact with each other. This exchange process has become increasingly customer initiated and customer controlled. Customers define what information they need, what offering they are interested in, and what price they are willing to pay. ഈ കാര്യങ്ങളെല്ലാം അവർക്ക് എന്ത് ഇൻഫോർമേഷനാണ് വേണ്ടത്, അവർക്ക് എന്ത് ഓഫറിങ്ങിലാണ് അവർ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത്, ഏത് പ്രൈസിംഗ് ആണ് അവർ കൊടുക്കാൻ തയ്യാറായിട്ടുള്ളത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കസ്റ്റമർ ഈ ഒരു ഇൻട്രാക്ഷനിലൂടെ എന്ത് ചെയ്യുന്നു, ഡിഫൈൻ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഈ ഒരു ഇൻട്രാക്ഷനിലൂടെ കമ്പനിക്ക് അതിനനുസരിച്ചുള്ള പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാനും അഡ്വർടൈസ്മെൻറ്റ് മെസ്സേജ് അതനുസരിച്ച് ഫ്രെയിം ചെയ്യാനും ഒക്കെ എന്ത് ചെയ്യും, സാധിക്കും. ദെൻ anytime a consumer are invited to provide feedback, express his personal preference and offer up demographic information. ഏത് സമയത്തും ഈ കസ്റ്റമർക്ക് അവരുടെ ഫീഡ്ബാക്ക് കൊടുക്കാം, അവരുടെ പേഴ്സണൽ പ്രിഫറൻസ് അറിയിക്കാം, അതേപോലെ തന്നെ അവരുടെ ഡെമോഗ്രാഫിക് ഇൻഫോർമേഷനൊക്കെ എന്ത് ചെയ്യാവുന്നതാണ്, പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. ഇറ്റ് ക്രിയേറ്റ് ടു വേ ഡയലോഗ് ബിറ്റ്വീൻ ബിസിനസ് ആൻഡ് ഇറ്റ്സ് കസ്റ്റമേഴ്സും ബിസിനസ്സും തമ്മിലുള്ള ഒരു ടു വേ ടോക്കാണ്, ടു വേ ഇൻഫോർമേഷൻ എക്സ്ചേഞ്ച് ആണ് ഇതെന്ന് പറയുന്നത് ഈ പറയുന്ന ഇൻ്ററാക്റ്റീവ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇൻ്ററാക്റ്റീവ് മാർക്കറ്റിംഗ് ഈസ് എ 1-to-1 marketing practice that centers on individual customer and prospects action. ഇൻഡിവിജ്വൽ കസ്റ്റമേഴ്സിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് അവരുടെ അടുത്ത് ഫീഡ്ബാക്ക് എടുത്തുകൊണ്ട് അവർക്ക് എന്ത് ഇൻഫോർമേഷനാണ് വേണ്ടത് അതനുസരിച്ചിട്ടുള്ള മെസ്സേജുകൾ ഫ്രെയിം ചെയ്യുന്ന ഒരു ഇൻഡിവിജ്വൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് ആണ് ഇൻ്ററാക്റ്റീവ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ദെൻ ഇൻ്ററാക്റ്റീവ് മാർക്കറ്റിംഗ് ഇൻവോൾവ്സ് എ മാർക്കറ്റിംഗ് ടാക്ടിക് ദാറ്റ് ഈസ് ഇൻ റെസ്പോൺസ് ടു സംതിങ് എ കസ്റ്റമർ ഡസ്. കസ്റ്റമർ ചെയ്യുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ കസ്റ്റമർ കൊടുക്കുന്ന ഫീഡ്ബാക്കിനൊക്കെ അനുസരിച്ചിട്ട് മാർക്കറ്റ് ചെയ്യുന്ന ഒരു മാർക്കറ്റിംഗ് ടാക്റ്റിക്, ഒരു തന്ത്രമാണ് ഇതെന്ന് പറയുന്നത് ഇൻ്ററാക്റ്റീവ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇൻ്ററാക്റ്റീവ് മാർക്കറ്റിംഗ് ഈസ് ഓൾസോ നോൺ ആസ് ട്രിഗർ ബേസ്ഡ് മാർക്കറ്റിംഗ് ഓർ ഈവൻറ്റ് ബേസ്ഡ് മാർക്കറ്റിംഗ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, ഫോംസ് ഓർ ടൈപ്സ് ഓഫ് ഇൻ്ററാക്റ്റീവ് മാർക്കറ്റിംഗ്. ഇൻ്ററാക്റ്റീവ് മാർക്കറ്റിംഗ് ഇൻക്ലൂഡ്സ് മെനി ടൈപ്സ് ഓഫ് ഇനീഷ്യേറ്റീവ്. ദെൻ ഒരുപാട് രീതിയിൽ ഈ പറയുന്ന ഒരു ഇൻ്ററാക്ഷൻ ആർക്ക് എൻഷുർ ചെയ്യാൻ സാധിക്കും, മാർക്കറ്റർക്ക് എൻഷുർ ചെയ്യാൻ സാധിക്കും. മാർക്കറ്റർ മേ ഇൻറ്ററാക്ട് വിത്ത് കസ്റ്റമേഴ്സ് ത്രൂ ഡൈനാമിക് കണ്ടന്റ് സച്ച് ആസ് വിഷ്വൽ സ്റ്റോറി ടെല്ലിംഗ്, പേഴ്സണലൈസ്ഡ് കണ്ടന്റ്, ലെയേർഡ് ഇൻഫോർമേഷൻ എക്സെട്ര. അങ്ങനെ ഒരുപാട് ഫോമിലൂടെ ഒരു ഇൻറ്ററാക്റ്റീവ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ മാർക്കറ്റർ ഈ കസ്റ്റമറായിട്ട് എന്ത് ചെയ്യുന്നു, ഇൻറ്ററാക്ട് ചെയ്യുന്നു. ഏതൊക്കെയാണ് അതിൻ്റെ ഫോം എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ്. Search engine marketing is one of the most common form of interactive marketing. When customer type a query into search engine, they are shown advertising based on their search term. A search
for shampoo might produce ads for hair care products. എന്താണ് സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ്? ഒരു വ്യക്തി, ഒരു കസ്റ്റമർ ഏതെങ്കിലും ഒരു സെർച്ച് എഞ്ചിനിൽ കയറിയിട്ട്, ഗൂഗിൾ പോലെയുള്ള സെർച്ച് എഞ്ചിനിൽ കയറിയിട്ട് ഒരു വേർഡ് സെർച്ച് ചെയ്താൽ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ് വരുന്നു. അല്ലെങ്കിൽ ഷാംപൂ എന്ന് ഒരു വേർഡ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഹെയർ കെയർ പ്രോഡക്ട്സിൻ്റെ ഇൻഫോർമേഷൻ കിട്ടുന്നു. അങ്ങനെ മാർക്കറ്റർക്ക് കസ്റ്റമറുമായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും? ഇൻറ്ററാക്ട് ചെയ്യാൻ സാധിക്കും. Then second one, company's official website. These present enormous opportunity for business to engage with their customers. Then ഈ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെ കമ്പനിക്ക് കസ്റ്റമറായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും? ഇൻറ്ററാക്ട് ചെയ്യാൻ സാധിക്കും. ദ കസ്റ്റമർ ക്യാൻ ബ്രൗസ് പ്രോഡക്റ്റ് ഓഫറിങ്സ്, ലേൺ അബൌട്ട് കമ്പനീസ് ഹിസ്റ്ററി, ആക്സസ് ഡീൽസ് ആൻഡ് പാർട്ടിസിപ്പേറ്റ് ഇൻ ഡിസ്കഷൻ ഫോറംസ്. ഈ കമ്പനിയുടെ വെബ്സൈറ്റിലൂടെ കമ്പനിയുടെ ഡീറ്റെയിൽസും പ്രോഡക്റ്റ് ഡീറ്റെയിൽസും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആക്സസ് ചെയ്യാൻ ആർക്ക് സാധിക്കും? കസ്റ്റമർക്ക് സാധിക്കും. ദെൻ തേർഡ് വൺ, ലെയേർഡ് ഇൻഫർമേഷൻ. എഡ്യൂക്കേറ്റിംഗ് കസ്റ്റമേഴ്സ് ഹാസ് ബിക്കം എ ടോപ്പ് പ്രയോറിറ്റി ഫോർ മാർക്കറ്റർ. ഒരു മാർക്കറ്ററുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് അവരുടെ പ്രോഡക്റ്റിനെ കുറിച്ച് എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് ഇൻറ്ററാക്റ്റീവ് മാർക്കറ്റിംഗ് ഈസ് എ സ്മാർട്ട് വേ ടു ലെയർ ഇൻ ഇൻഫർമേഷൻ ഫോർ കൺസ്യൂമേഴ്സ് ബൈ ഡെലിവറിങ് ഡീറ്റെയിൽഡ് കണ്ടൻറ്റ്. പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ട് ഇൻഫോർമേഷൻ കൊടുത്തുകൊണ്ട് കസ്റ്റമറിനെ എഡ്യൂക്കേറ്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് ഏതെന്ന് പറയുന്നത് ഇൻറ്ററാക്റ്റീവ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇവിടെ എന്താ ചെയ്യുന്നത്? ലെയേർഡ് ഇൻഫോർമേഷനിൽ മാർക്കറ്റർ ഹാവ് ദ എബിലിറ്റി ടു ടെൽ ബ്രാൻഡ് സ്റ്റോറീസ് ബൈ പ്രൊവൈഡിങ് സ്നിപ്പെറ്റ്സ് ഓഫ് ഇൻഫോർമേഷൻ ഇൻ ഈസി ടു റീഡ് വേ. വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ അല്ലെങ്കിൽ ബ്രാൻഡിൻ്റെ സ്റ്റോറി ആർക്ക് കൊടുക്കുന്നു? കസ്റ്റമർക്ക് കൊടുക്കുന്നു. ദെൻ ഡെലിവറിങ് മോർ ഡീറ്റെയിൽസ്. അതിന് ശേഷം അവരതിൽ ഇൻട്രസ്റ്റഡ് ആണ് എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് കൊടുക്കുന്നു. അങ്ങനെയാണ് ലെയറായിട്ട് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നു? ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് കസ്റ്റമറിന് എന്ത് ചെയ്യുന്നു? എഡ്യൂക്കേറ്റ് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് വൺ, ടു വേ ഇൻറ്ററാക്ഷൻ. Two-way interaction initiatives are at the heart of interactive marketing because they give consumers a vehicle for active participation. Two-way interaction എന്ന് പറയുന്നത് ഈ മാർക്കറ്ററും ഈ പറയുന്ന കസ്റ്റമറും തമ്മിൽ ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യുന്നു? ഇൻറ്ററാക്ട് ചെയ്യുന്നു. ഇതൊരു ആക്റ്റീവായിട്ട് കൺസ്യൂമർ ഇതിൽ എന്ത് ചെയ്യുന്നു? പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. ക്യൂസസ്, അതേപോലെ തന്നെ ബ്രാഞ്ചിങ് കണ്ടൻറ്റ്, ഗെയിംസ്, അങ്ങനെയുള്ള ഇൻറ്ററാക്റ്റീവ് വീഡിയോസ് അങ്ങനെയുള്ളതൊക്കെ ചെയ്തിട്ടാണ് ഈ പറയുന്ന ടു വേ ഇൻട്രാക്ഷൻ എൻഷുർ ചെയ്യുന്നത്. ഫിഫ്ത്ത് വൺ, ഇമെയിൽ മാർക്കറ്റിംഗ്. Delivering ads, deals and notification through email is an effective and economical way to communicate with the customers. ഇമെയിലിലൂടെ കസ്റ്റമേഴ്സിൻ്റെ മെയിൽ കളക്ട് ചെയ്യുകയും അതിലൂടെ ആഡുകളും ഡീൽസും കമ്പനിയുടെ നോട്ടിഫിക്കേഷൻസൊക്കെ എന്ത് ചെയ്യുക? പ്രൊവൈഡ് ചെയ്യുക. ദെൻ സിക്സ്ത് വൺ, സ്പോൺസർഷിപ്പ്. Partnership with companies that have a more established online presence can be a great way to connect with new customers. അതായത് ഈ ഒരു മറ്റുള്ള ഏതെങ്കിലും ഒരു കമ്പനീസായിട്ടൊക്കെ പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കുക. ദെൻ അതേപോലെ തന്നെ അതായത് ഓൺലൈൻ പ്രസൻസിലൊക്കെ കൂടുതൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളൊരു കമ്പനിയായിട്ട് എന്തുണ്ടാക്കുക? ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ അവർ സ്പോൺസർ ചെയ്യുക. അങ്ങനെയൊക്കെ സ്പോൺസർ ചെയ്ത് കഴിഞ്ഞാൽ ന്യൂ കസ്റ്റമേഴ്സിന് എന്ത് ചെയ്യാൻ സാധിക്കും? ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ദെൻ ബ്ലോഗിംഗ്. ഷോർട്ട് ടൈം ബ്ലോഗ് പോസ്റ്റ് ക്യാൻ ബി യൂസ്ഡ് ടു കീപ് കസ്റ്റമേഴ്സ് ഇൻഫോർമേഷൻ അബൌട്ട് ന്യൂ പ്രോഡക്ട്സ്, സ്പെഷ്യൽ ഡീൽസ് ആൻഡ് കൾച്ചർ ബിഹൈൻഡ് എ ബ്രാൻഡ്. അതായത് ചെറിയ ചെറിയ ബ്ലോഗ് ഉണ്ടാക്കുക, കമ്പനി സ്വന്തമായിട്ട് ബ്ലോഗ് ഉണ്ടാക്കുക, അതിൽ പോസ്റ്റ് ഇടുക, പ്രോഡക്റ്റിനെ കുറിച്ചും പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസും ഡീൽസും ഒരു കൾച്ചറും എന്തൊക്കെയാണെന്ന് കാണിക്കുന്ന പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുക. ദെൻ വിഡ്ജറ്റ്. ദെൻ സ്മോൾ ഡൗൺലോഡിങ് ടൂൾ. അതായത് ഈ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ചെറിയ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ടൂൾസൊക്കെ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് നമ്മുടെ ബ്രാൻഡിന് പുതിയ വാല്യൂ ആഡ് ചെയ്യുക. ദെൻ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സ് ലൈക്ക് ഫേസ്ബുക്ക്, ട്വിറ്റർ ഹാവ് മില്യൺസ് ഓഫ് യൂസേഴ്സ് ആൻഡ് ആർ ക്രിട്ടിക്കൽ സ്പേസ് ഫോർ കണക്റ്റിംഗ് വിത്ത് കസ്റ്റമേഴ്സ്. സോഷ്യൽ നെറ്റ്വർക്കിങ്ങിലൂടെയും ഈ കമ്പനിക്ക് കസ്റ്റമേഴ്സിനെ എന്ത് ചെയ്യാൻ സാധിക്കും? കണക്ട് ചെയ്യാൻ സാധിക്കും. ദീസ് ആർ ദ ഫോംസ് ഓർ ടൈപ്സ് ഓഫ് ഇൻ്ററാക്റ്റീവ് മാർക്കറ്റിംഗ്. ദെൻ അഡ്വാൻറ്റേജസ് ഓഫ് ഇൻ്ററാക്റ്റീവ് മാർക്കറ്റിംഗ്. ഫസ്റ്റ് വൺ, ഇൻക്രീസ്ഡ് സെയിൽ. Through interactive marketing, the company can deliver what the consumer need, thereby leading to sale.
ഇൻട്രാക്റ്റീവ് മാർക്കറ്റിങ്ങിലൂടെ കൺസ്യൂമറിന് എന്താണോ വേണ്ടത് അത് പ്രൊവൈഡ് ചെയ്യാൻ ആർക്ക് സാധിക്കും? കമ്പനിക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ കമ്പനിയുടെ സെയിൽസ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. സെക്കൻഡ് വൺ, ഇൻക്രീസ്ഡ് കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ. Consumers like to buy things that most closely fit what they need. Interactive marketing is based on triggers from action by the consumers. കൺസ്യൂമേഴ്സിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ വെച്ചുകൊണ്ടാണ് ഇൻട്രാക്റ്റീവ് മാർക്കറ്റിങ്ങിൽ മാർക്കറ്റർ എന്ത് ചെയ്യുന്നത്? പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യും. ദെൻ ലോവർ മാർക്കറ്റിംഗ് കോസ്റ്റ്. Consumers like interactive marketing because they don't have to repeat themselves. It's like having a personal shopper. Happy customer continue to buy the product. Besides, they refer the product to their friends and relatives. It's cheaper to keep a customer than a new one. ഓൾറെഡി പറഞ്ഞിരുന്നു, ഒരു പുതിയ കസ്റ്റമർ ഉണ്ടാക്കുന്നതിലും നല്ലത് ഒരു എക്സിസ്റ്റിംഗ് കസ്റ്റമർ എന്ത് ചെയ്യാണ്? റീറ്റെയിൻ ചെയ്യാണെന്നാണ്. അപ്പോൾ ഇൻട്രാക്റ്റീവ് മാർക്കറ്റിങ്ങിലൂടെ കമ്പനിക്ക് അത് എന്ത് ചെയ്യാൻ സാധിക്കും? റീറ്റെയിൻ ചെയ്യാൻ സാധിക്കും. ദെൻ അതേപോലെ തന്നെ ഈ ഒരു ഹാപ്പി കസ്റ്റമർ ആണെങ്കിൽ അവരത് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ എന്ത് ചെയ്യും? റെഫർ ചെയ്യും. അങ്ങനെ ടോട്ടൽ മാർക്കറ്റിംഗ് കോസ്റ്റ് എന്ത് ചെയ്യാൻ സാധിക്കും? റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. Then fourth one, door to automated marketing. No one sits at Amazon and watches what he or she does on its site. Computer track consumer action and based on algorithms they get recommendations. Thus marketing become automatic. ഇല്ലേ? എല്ലാ മാർക്കറ്ററും കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരുന്നുകൊണ്ട് എന്താണ് ഇവർ സെർച്ച് ചെയ്യുന്നത് നോക്കുകയല്ല. അതിന് പകരം ഈ കമ്പ്യൂട്ടർ സ്വയമായിട്ട് ഇവരുടെ ആക്ഷൻ ട്രാക്ക് ചെയ്യുകയും അവരനുസരിച്ച് ആ ട്രാക്കിംഗ് അനുസരിച്ച് റെക്കമെൻഡേഷൻ കൊടുക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് മാറും. നമുക്കറിയാം, നമ്മൾ ഏതെങ്കിലും ഒരു സൈറ്റിൽ കയറിയിട്ട് ഒരു കുറച്ച് നേരം ഒരു പ്രോഡക്റ്റ് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ എപ്പോഴും ഫസ്റ്റ് വരുന്ന അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകളായിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് ഒരു ഓട്ടോമാറ്റഡ് മാർക്കറ്റിംഗ് ആയി മാറാൻ ഏത് സഹായിക്കുന്നു? ഈ ഒരു ഇൻട്രാക്റ്റീവ് മാർക്കറ്റിംഗ് സഹായിക്കുന്നു. ആൻഡ് ഫൈനലി, മോർ ഇൻഫർമേഷൻ അബൌട്ട് കസ്റ്റമേഴ്സ്. Online activities also leave behind a tremendous amount of information about customers. Their demographic details and their personal preference are both revealed through their behavior line. ഈ പറയുന്ന ഓൺലൈൻ ആക്ടിവിറ്റീസിലൂടെ അല്ലെങ്കിൽ ഇൻട്രാക്റ്റീവ് മാർക്കറ്റിങ്ങിലൂടെ കസ്റ്റമേഴ്സിൻ്റെ കൂടുതൽ ഇൻഫർമേഷൻ, അവരുടെ പ്രിഫറൻസ്, അതേപോലെ തന്നെ അവരുടെ ഡെമോഗ്രാഫിക് ഡീറ്റെയിൽസ്, അങ്ങനെയുള്ളതെല്ലാം എന്ത് ചെയ്യപ്പെടുന്നു? റിവീല് ചെയ്യപ്പെടുന്നു. അങ്ങനെ റിവീല് ചെയ്യപ്പെടുന്നത് കൊണ്ട് തന്നെ ദിസ് അലൗസ് ദ കമ്പനീസ് ടു ട്രാക്ക് ആൻഡ് സ്റ്റോർ ഹിസ് ഡാറ്റ ടു യൂസ് ഇൻ ഫ്യൂച്ചർ മാർക്കറ്റിംഗ് എഫേർട്സ്. ഫ്യൂച്ചറിലെ മാർക്കറ്റിംഗ് എഫേർട്സ് അതനുസരിച്ചിട്ട് പ്രോഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ആ ഇൻഫർമേഷൻ യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ദീസ് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് ഇൻറ്ററാക്റ്റീവ് മാർക്കറ്റിംഗ്. Okay, then another term is sponsorship. Sponsorship എന്താണ് എന്ന് നിങ്ങൾക്കറിയാം? ഈവൻറ്റ്സ് ആൻഡ് എക്സ്പീരിയൻസസ്. ദീസ് ഡേയ്സ് ബിഗ് കമ്പനീസ് സ്പോൺസർ സം മേജർ ഈവൻറ്റ്സ്. ചില ഈവൻറ്റ്സ് ഒക്കെ എന്ത് ചെയ്യുന്നു? സ്പോൺസർ ചെയ്യുന്നു. സ്പോൺസറിങ് ഈവൻറ്റ്സ് പ്രൊവൈഡ്സ് കമ്പനീസ് ഓപ്പർച്യൂണിറ്റീസ് ടു ഗെറ്റ് wider exposure to their brands and influence attitude towards the brands. എന്താണ് ഈ ഒരു വലിയ വലിയ കമ്പനീസൊക്കെ ചില ഈവൻസുകളൊക്കെ എന്ത് ചെയ്യുന്നു? ഇപ്പോൾ ഈ ചില ടെലിവിഷൻ ഷോകളൊക്കെ കമ്പനികൾ സ്പോൺസർ ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാം അല്ലേ? പല ഇപ്പോൾ ബിഗ് ബോസ് അങ്ങനെയുള്ള പല പ്രോഗ്രാംസൊക്കെ സ്പോൺസേഡ് ബൈ ഇങ്ങനെ കമ്പനികൾ സ്പോൺസർ ചെയ്യുന്ന, സ്പോൺസേഡ് ബൈ എന്നുകൊണ്ട് കുറേ കമ്പനികളുടെ പേര് പറയും. അപ്പോൾ ഇതിലൂടെ ഇവരെന്ത് ചെയ്യുന്നു വെച്ചാൽ ഒരു ലാർജ് ഓഡിയൻസിൻ്റെ മുമ്പിൽ എന്ത് ചെയ്യപ്പെടുന്നു? എക്സ്പോഷർ ചെയ്യുന്നു. അതേപോലെ തന്നെ അവരുടെ ബ്രാൻഡ്, അത് ആ ബ്രാൻഡിലേക്കും ആളുകൾ എന്ത് ചെയ്യപ്പെടുന്നു? ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നു. ഇൻ അതർ വേർഡ്സ്, കമ്പനീസ് ക്യാൻ പ്രൊമോട്ട് ദെയർ ബ്രാൻഡ്സ് ആൻഡ് കോർപ്പറേറ്റ് നെയിം ബൈ സ്പോൺസറിങ് സ്പോർട്സ് ആൻഡ് കൾച്ചറൽ ഈവൻറ്റ്സ്. ഇങ്ങനെയുള്ള സ്പോർട്സ് ആൻഡ് കൾച്ചറൽ ഈവൻറ്റ്സ് ഒക്കെ സ്പോൺസർ ചെയ്യുന്ന വഴി അവരുടെ ബ്രാൻഡ് എന്ത് ചെയ്യപ്പെടുന്നു? പ്രൊമോട്ട് ചെയ്യപ്പെടുന്നു. സ്പോൺസർ ഈസ് ദ ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് ദാറ്റ് പ്രൊവൈഡ് ദി സപ്പോർട്ട്. സ്പോൺസർ എന്ന് പറയുന്നത് ആരാണ്? ആ ഒരു വ്യക്തി അല്ലെങ്കിൽ ആ ഒരു കമ്പനി ആരാണോ ഈ ഒരു സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്, ഈ സ്പോൺസർ ചെയ്യുന്നത്, ആ വ്യക്തിയാണ് നമ്മൾ സ്പോൺസർ എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പോൾ സ്പോൺസർഷിപ്പ് എന്ന് പറയുന്നത് ഇതാണ്. ഇനി അതിന് ഡെഫിനിഷൻ ഉണ്ട്. സ്പോൺസർഷിപ്പ് എന്ന് പറഞ്ഞാൽ എ ബിസിനസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ പ്രൊവൈഡർ ഓഫ് ഫണ്ട്, റിസോഴ്സസ് ഓർ സർവീസസ് ആൻഡ് ആൻ ഇൻഡിവിജ്വൽ event or organization which offers in return some rights and association that may be used for commercial advantages. ഒരു ബിസിനസ് റിലേഷൻഷിപ്പാണ്. അതായത് ആ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ അവരുടെ ഫണ്ട് കൊടുക്കുന്നു, റിസോഴ്സസ് കൊടുക്കുന്നു, സർവീസസ് കൊടുക്കുന്നു, അങ്ങനെ അവരുടെ ഈവൻ്റൊക്കെ സ്പോൺസർ ചെയ്യുന്നു. അങ്ങനെ ഒരു ബിസിനസ് റിലേഷൻഷിപ്പാണ്. അങ്ങനെ ഒരു ബിസിനസ് റിലേഷൻഷിപ്പിലൂടെ ആ ബിസിനസ്സിന് എന്താണ് കിട്ടുന്നത്? സം റൈറ്റ്സ് ആൻഡ് അസോസിയേഷൻ ദാറ്റ് മേ ബി യൂസ്ഡ് ഫോർ കൊമേഴ്സ്യൽ അഡ്വാൻറ്റേജസ്. കൊമേഴ്സ്യൽ അഡ്വാൻറ്റേജസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ചില റൈറ്റ്സും അസോസിയേഷനൊക്കെ ഇതിലൂടെ ആ ബിസിനസ് ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്നു? ക്രിയേറ്റ് ചെയ്യുന്നു. അതായത് ആ ഒരു റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി അവരുടെ ബ്രാൻഡ് എന്ത് ചെയ്യുന്നു? കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക. ദെൻ അങ്ങനെ ആ ഒരു ബ്രാൻഡ് പ്രൊമോട്ട് ചെയ്യുന്നതിൽ കൂടുതൽ സെയിൽസ് ഉണ്ടാക്കുക. അതൊക്കെയാണ് റൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ബിസിനസ് റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്നു. ആര് തമ്മിലാണ്? ബിറ്റ്വീൻ എ പ്രൊവൈഡർ ഓഫ് ഫണ്ട്. ഫണ്ട് കൊടുത്തുകൊണ്ടാണ് ആ ഒരു ഈവൻ്റ് എന്ത് ചെയ്യുന്നത്? സ്പോൺസർ ചെയ്യുന്നത്. അങ്ങനെ ഒരു ഫണ്ട് കൊടുത്തോടെ ഒരു ഈവൻറ്റ് സ്പോൺസർ ചെയ്ത് കഴിയുമ്പോൾ അതിൽ നിന്നും ഒരു കൊമേഴ്സ്യൽ അഡ്വാൻറ്റേജസ് ആര് എക്സ്പെക്റ്റ് ചെയ്യുന്നു? ആ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ എക്സ്പെക്റ്റ് ചെയ്യുന്നു. അപ്പോൾ അതിനാണ് സ്പോൺസർഷിപ്പ് എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ കമ്പനി ക്യാൻ പ്രൊമോട്ട് ദെയർ ബ്രാൻഡ്സ് ആൻഡ് കോർപ്പറേറ്റ് നെയിം ബൈ സ്പോൺസറിങ് സ്പോർട്സ് ആൻഡ് കൾച്ചറൽ ഈവൻറ്റ്സ്. ഓക്കെ, ദെൻ എന്താണ് റീസൺ ഫോർ സ്പോൺസറിങ് ഈവൻറ്റ് ഓർ ഒബ്ജക്റ്റീവ്സ് ഓർ സ്പോൺസറിങ് ഈവൻറ്റ്? എന്താണ് ഈ ഒരു ഈവൻ്റ് ഒക്കെ സ്പോൺസർ ചെയ്യുന്നതിനുള്ള ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ റീസൺ എന്ന് നോക്കാം. ടു ഐഡൻറ്റിഫൈ വിത്ത് എ പർട്ടിക്കുലർ ടാർഗറ്റ് മാർക്കറ്റ് ഓർ ലൈഫ് സ്റ്റൈൽ. ദെൻ ഒരു പർട്ടിക്കുലർ ടാർഗറ്റ് മാർക്കറ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ടു ഇൻക്രീസ് അവെയർനെസ് ഓഫ് കമ്പനി ഓർ പ്രോഡക്റ്റ് നെയിം. കമ്പനിയെക്കുറിച്ച് അല്ലെങ്കിൽ പ്രോഡക്റ്റ് നെയിമിനെക്കുറിച്ച് അവെയർനെസ് ഉണ്ടാക്കാൻ. ദെൻ ടു എൻഹാൻസ് കോർപ്പറേറ്റ് ഇമേജ്. കമ്പനിയുടെ ഇമേജ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ടു ക്രിയേറ്റ് എക്സ്പീരിയൻസ് ആൻഡ് ഇവോക്ക് ഫീലിങ്സ്. കസ്റ്റമേഴ്സിനിടയിൽ ഒരു ഫീലിങ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ ടു എക്സ്പ്രസ് കമ്മിറ്റ്മെൻറ്റ് ടു ദി കമ്മ്യൂണിറ്റി ഓർ ഓൺ സോഷ്യൽ ഇഷ്യൂസ്. നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷന് കമ്മ്യൂണിറ്റിയോടുള്ള കമ്മിറ്റ്മെൻറ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഇഷ്യൂസിനോടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് കാണിക്കുക എന്നുള്ളതാണ്. ടു എൻ്റർടൈൻ കീ ക്ലയൻറ്റ്സ് ഓർ റിവാർഡ് കീ എംപ്ലോയീസ്. കീ ക്ലയൻസിനെ എൻ്റർടൈൻ ചെയ്യിക്കുക അല്ലെങ്കിൽ കീ എംപ്ലോയീസിന് റിവാർഡ് കൊടുക്കുക. ഇതൊക്കെയാണ് ഏതെന്ന് പറയുന്നത് ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ റീസൺ എന്ന് പറയുന്നത്. ഒന്നുമില്ല, നമ്മുടെ കമ്പനിയെ എന്ത് ചെയ്യുക? ഒന്ന് അവെയർ ആക്കുക, ഒരു അവെയർനെസ് ഇൻക്രീസ് ചെയ്യിപ്പിക്കുക. ദെൻ അല്ലെങ്കിൽ ടാർഗറ്റ് മാർക്കറ്റ് ഐഡൻറ്റിഫൈ ചെയ്യുക. ദെൻ ഒരു ബ്രാൻഡ് എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യുക. അങ്ങനെയുള്ള ഇതൊക്കെയാണ് അതിൻ്റെ ഒബ്ജക്റ്റീവായിട്ട് വരുന്നത്. ദെൻ റീസൺ ഫോർ ദി ട്രമൻഡസ് ഗ്രോത്ത് ഓഫ് സ്പോൺസർഷിപ്പ് ഓഫ് ഈവൻറ്റ്സ്. ഇങ്ങനെയൊരു നമുക്കറിയാം, ഇപ്പോൾ ഏതൊരു പ്രോഗ്രാം ആണെങ്കിലും സ്പോൺസർ ചെയ്യുന്നതാണ്. ഏതെങ്കിലും ഒരു ബിസിനസ് ഓർഗനൈസേഷൻ സ്പോൺസർ ചെയ്യുന്നതാണ്. അങ്ങനെ ഒരു സ്പോൺസർഷിപ്പ് ഇൻക്രീസ് ചെയ്യാൻ കാരണം എന്താണെന്നുള്ളതാണ്. ഫസ്റ്റ് വൺ, ഇൻക്രീസിങ് കോസ്റ്റ് ഓഫ് മീഡിയ അഡ്വർടൈസിങ്. മീഡിയ അഡ്വർടൈസിങ് ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന നേരത്തെ ഇൻഡോർ മീഡിയ ആണെങ്കിലും ഔട്ട്ഡോർ മീഡിയ ആണെങ്കിലും കോസ്റ്റ് വളരെ കൂടുതലാണ്. അപ്പോൾ ആ ഒരു മീഡിയ ആ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുന്ന കോസ്റ്റ് കൂടുതലായതുകൊണ്ട് തന്നെ ഒരു ഈവൻറ്റ് സ്പോൺസർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഈവൻറ്റിൻ്റെ ഇടയിൽ മുഴുവൻ ആരുടെ അഡ്വർടൈസ്മെൻറ്റ് വരും? ആ സ്പോൺസർ ചെയ്യുന്ന കമ്പനിയുടെ അഡ്വർടൈസ്മെൻറ്റ് വരും. അങ്ങനെ ആ ഒരു ഇൻഡിവിജ്വലായിട്ട് അല്ലെങ്കിൽ നമ്മളൊരു സ്പോൺസർ ചെയ്യാതെ കൊടുക്കുന്ന അഡ്വർടൈസ്മെൻറ്റ് വളരെ കോസ്റ്റ് കൂടുതലായതുകൊണ്ടാണ് ഈ ഒരു സ്പോൺസർഷിപ്പ് കൂടുന്നത്. ദെൻ ഇൻക്രീസിങ് ലെഷർ ആക്ടിവിറ്റീസ് ആൻഡ് സ്പോർട്ടിംഗ് ഈവൻറ്റ് ആൻഡ് ഇൻട്രസ്റ്റ് ഇൻ ദം. ആളുകൾക്ക് ഈ പറയുന്ന ലെഷർ ആക്ടിവിറ്റീസിലൊക്കെ കൂടുതൽ ഇൻട്രസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ലെഷർ ആക്ടിവിറ്റീസും സ്പോർട്സ് ഈവൻറ്റ്സൊക്കെ എന്താണ് കൂടി വരുന്നു. അപ്പോൾ ആളുകൾ അത് കാണുന്നു. അത് കാണുന്നതിനിടയിൽ ഒരു പർട്ടിക്കുലർ കമ്പനിയുടെ അഡ്വർടൈസ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ അതും അവർക്ക് എന്തായി മാറും? കൂടുതൽ അപ്പീലായി മാറും. ദെൻ ഗ്രേറ്റർ മീഡിയ കവറേജ് ഓഫ് സ്പോൺസേഡ് ഈവൻറ്റ്സ് എസ്പെഷ്യലി ക്രിക്കറ്റ് ലൈവ് ടെലികാസ്റ്റ് എക്സെട്ര. അതായത് ഈ പറയുന്ന സ്പോൺസേഡ് ഈവൻറ്റിന് ഗ്രേറ്റർ മീഡിയ കവറേജ് കിട്ടുന്നു. കൂടുതൽ ആളുകൾ അത് എന്ത് ചെയ്യുന്നു? വാച്ച് ചെയ്യുന്നു. ദെൻ ഡിക്ലൈനിങ് എഫിഷ്യൻസി ഓഫ് ട്രഡീഷണൽ മീഡിയ അഡ്വർടൈസിങ്. ട്രഡീഷണൽ മീഡിയ അഡ്വർടൈസിങ്ങിൻ്റെ എഫിഷ്യൻസി എന്ത് ചെയ്യുന്നു? ഓരോ ദിവസവും റെഡ്യൂസ് ചെയ്തു വരുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനെ സ്പോൺസറിങ് മീഡിയാസ് അല്ലെങ്കിൽ സ്പോൺസറിങ് അഡ്വർടൈസ്മെൻ്റൊക്കെയാണ് ഇപ്പം മിക്ക കമ്പനീസും ഡിപ്പെൻഡ് ചെയ്യുന്നത്.
Then restrictive government policies on products like tobacco and alcohol advertising. അതായത് ഈ പറയുന്ന ആൽക്കഹോൾ അഡ്വർടൈസ്മെൻറ്റ് അങ്ങനെയുള്ളതിനൊക്കെ ഗവൺമെൻറ് എന്ത് ചെയ്തിട്ടുണ്ട്, റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്പോൺസർഷിപ്പ് അഡ്വർടൈസ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൂടെ മേ ബി ഇതിൻ്റെ ചെറുതായിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റൊക്കെ എന്ത് ചെയ്യാൻ സാധിക്കും, കൊടുക്കാൻ സാധിക്കും. ദെൻ ഫ്രാഗ്മെൻറ്റേഷൻ ഓഫ് ട്രഡീഷണൽ മാസ് മീഡിയ എന്ന് പറയുന്നത് ഇപ്പോൾ വളരെ ഫ്രാഗ്മെൻറ്റഡ് ആണ്, ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന ഒന്നാണ്. ദെൻ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഈ റീസൺ കൊണ്ടൊക്കെ തന്നെ ട്രഡീഷണൽ മീഡിയയ്ക്ക് അതിൻ്റേതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. ആ ലിമിറ്റേഷൻസ് ഒക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്പോൺസർഷിപ്പ് ഓഫ് ഈവൻ്റ് എന്നുള്ളത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ അതിന് ട്രെമൻഡസ് ആയിട്ടുള്ള ഗ്രോത്ത് സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ 2 ടേമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്, ഇൻ്ററാക്റ്റീവ് മാർക്കറ്റിംഗ് ദെൻ സ്പോൺസർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു കമ്പനി, ഒരു ബിസിനസ് ഓർഗനൈസേഷൻ കൾച്ചറൽ ആൻഡ് സ്പോർട്സ് ഈവൻറ്റ്സ് ഒക്കെ എന്ത് ചെയ്യുന്നു, സ്പോൺസർ ചെയ്യുന്നു. അതിലൂടെ അവർ കൊമേഴ്സ്യൽ അഡ്വാൻറ്റേജസ് ഉണ്ടാക്കുന്നു. ഓക്കെ, താങ്ക് യു.